ജീസസ് യൂത്ത് പറവൂർ കോട്ടപ്പുറം സോണിൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഒരു കുടുംബത്തിന് സ്ഥലവും വീടും നൽകുന്ന പദ്ധതിയുടെ ധനശേഖരാർത്ഥം നടത്തിയ സംഭാവന സമ്മാന കൂപ്പണുകൾ നറുക്കെടുത്ത് സമ്മാനങ്ങൾ നൽകുന്ന ചടങ്ങുകൾ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഭവനാങ്കണത്തിൽ വെച്ച് നടന്നു. വിതരണോദ്ഘാടനവും ജൂബിലി ഗാനത്തിൻ്റെ പ്രകാശനവും സോൺ ആനിമേറ്റർ ഫാദർ ആൻസൺ പുത്തൻവീട്ടിൽ നിർവഹിച്ചു. ഈ ഒരു ഭവനം പണിയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ടാണ് ഇത് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ കൂപ്പണാണെങ്കിൽ പോലും അതിൻ്റെതായ ഓരോ പ്രവർത്തനങ്ങളിലാണെങ്കിൽ പോലും പ്രാർത്ഥനയോടെയാണ് നാം അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദൈവം അത് ക്രമീകരിച്ചത് ഒരു 31 ഒരു വലിയ ആഘോഷമായ ഇടത്തിനേക്കാളും അപ്പുറം ദൈവം കരുതലോടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മണ്ണിൽ നമ്മളെല്ലാവരും ഒരു മനസ്സോടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ഒരു കാര്യം ചെയ്യാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ആ വഴിയിലൂടെ കൊണ്ടുവരികയാണ്. നമ്മളിന്ന് ഒരുമിച്ച് ഇവിടെ ചേരുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഫസർ VM ജോർജ് അധ്യക്ഷനായി. സിസ്റ്റർ ജോളി മരിയ, ജൂബിലി കോർഡിനേറ്റർ വിനോദ് ബേബി, ഷൈൻ പോൾ, ജോസ് കുനിയന്തോടത്ത്, ഷിജോ വാഴക്കൂട്ടത്തിൽ, ബൈജു പൗലോസ്, ആന്റണി ജോബ്, ബൈജു കാരയിൽ എന്നിവർ സംസാരിച്ചു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ലഭിച്ച ചെറായി മാടവന ഇലക്ട്രിക്കൽസ് ഉടമ ബെന്നി വർഗീസ് ജീസസ് യൂത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി സമ്മാനം തിരിച്ചു നൽകി യുവാക്കൾക്ക് ആശംസകൾ നൽകി. എൻ്റെ പേര് ബെന്നി വർഗീസ്. ഞാൻ ചെറായി സ്വദേശിയാണ്. 22 വർഷമായിട്ട് മാടവന ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം ചെറായിൽ നടത്തുന്നു. ഞാൻ ബിസിനസ് കസ്റ്റമേഴ്സുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ സുഹൃത്ത് ബൈജു, പറവൂരിൽ നിന്നുള്ള ബൈജു വന്നിട്ട് ഒരു 2 കൂപ്പൺ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരക്കായതുകൊണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. 2 കൂപ്പൺ വേണം വാങ്ങിച്ചിട്ട് ക്യാഷും കൊടുത്ത് പുള്ളി വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ കൂപ്പൺ കയ്യിലുണ്ട, പ്രൈസ് അതിനുള്ള പ്രൈസ് അടിച്ചേക്കണം, ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കണം എന്ന് പറഞ്ഞു. അതിന് ഇലക്ട്രിക് ബൈക്ക് ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞ് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പുള്ളിനെ വിളിച്ചു, ഏത് ബൈക്കാണ്, ഏത് ഇലക്ട്രിക് സ്കൂട്ടറാണ് കിട്ടുന്നത് പ്രൈസ്. ഞാൻ അവിടെ വാങ്ങാൻ കയറും. അപ്പോൾ ഏതാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് പുള്ളി വളരെ സെൻറ്റിമെൻ്റലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണത്. അപ്പോഴാണ് ഞാൻ അറിയണ വിവരം. ഇങ്ങനെ കൂട്ടുകാട് ഒരു ഫാമിലിക്ക്, ഒരു വയ്യാത്തൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് എന്ന് തന്നെ അപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോൾ ഉദ്ദേശിച്ച ഫണ്ടും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ പുള്ളിയും പുള്ളിയുടെ ഒരു സുഹൃത്ത് ജോസേട്ടനും കൂടെ, വൈചേട്ടനും ജോസേട്ടനും കൂടെ വീട്ടിൽ രാവിലെ തന്നെ ഒരു 8 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരികയാണ്. അപ്പോൾ ഇന്നതാണ് കാര്യം, എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്തു, കുഴപ്പമില്ല, ഈ പ്രൈസ് അവർക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുത്തു. പ്രൈസ് ഞാൻ കിട്ടിയതായിട്ട് ഞാൻ പോയിച്ച് ഞാൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണ ഇതായിട്ട് അവർ എൻ്റെ വീട്ടിലോട്ട് കൊടുക്കണമായിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനത് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തു. ഞാനിത് സന്തോഷത്തോടെ തന്നെ കൊടുക്കാൻ ഉണ്ടായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ബിസിനസ് ചെയ്യുന്നവരും അല്ലാത്തവരും പണിയും കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടും അല്ലാതെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും കുറേ സമയം കളയുമ്പോൾ ഞാനിതൊന്നിനും എനിക്ക് വേറെ ഒന്നും കാര്യത്തിന് എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ ഫുള്ള് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേർക്ക് ഇരിക്കട്ടെ, ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇതിനുവേണ്ടി നടക്കുന്നത്, ഇങ്ങനെ കുറേയേറെ യുവജനങ്ങൾ അവരുടെ സമയവും സമ്പത്തും ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്